ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടാവുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ചോളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ചോളാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സ്വീറ്റ് കോൺ എന്നും പറയും. ഇത് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഫ്രോസൺ ആയിട്ടുള്ള ചോളാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്ന് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരല്പം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം നല്ല ഫൈനായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു പകുതി ഉപയോഗിച്ചാൽ മതിയാകും. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണോളൊക്കെ കാണുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് നല്ലൊരു ബൈൻഡിങ് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് നേരത്തെ പൊടിച്ചു വെച്ചിരുന്നു. അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാ ഭാഗത്തേക്കും മസാല ഒരുപോലെ എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെള്ളപ്പറ്റുള്ളതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഒട്ടും കയ്യിലൊന്നും പറ്റിപ്പിടിക്കാത്ത രീതിക്കുള്ള കൂട്ടാണ് വേണ്ടത്. അതിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് മുക്കിയെടുക്കാനായിട്ടൊരു കൂട്ടിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ലിക്വിഡ് ആയിട്ടുള്ള ഒട്ടും തന്നെ കട്ടിയില്ലാത്ത കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കൂട്ട് നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു കൂട്ടിൻ്റെ പാകത്തിനാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല ലിക്വിഡ് ആയിട്ടുള്ള കൂട്ട് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൽ നിന്നും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുള ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇത് എത്ര വലുപ്പത്തിൽ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഉരുളകളാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക. ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഇനി കുറച്ച് ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് തയ്യാറാക്കുന്നത് കോൺ ചീസ് ബോളാണ്. അതുകൊണ്ട് തന്നെ ചീസ് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൊസറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ചീസ് വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 6 ബ്രെഡോളം ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിരുന്നു. അതിൽ നിന്നും 2 ടേബിൾ സ്പൂണാണ് നേരത്തെ കൂട്ടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഒരു ഉരുളി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടിൽ ഒന്ന് നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്കിത് നേരെ ആ ഒരു ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പ്രാവശ്യം കവർ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ആദ്യം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു മൈദയുടെ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ കവർ ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലത്തെ ചീസൊക്കെ മെൽട്ടായിട്ട് പുറത്തേക്ക് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു പുറമേത്തെ കവറിങ് ഒട്ടും ബ്രേക്ക് ആവാതിരിക്കാനും സഹായിക്കും. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യം മൈദയുടെ കൂട്ടിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെയാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു പലഹാരം ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഡീപ്പ് ഫ്രീസ് ചെയ്തിട്ട് ബാക്കി ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓയിൽ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം അനക്കി കൊടുക്കാതിരിക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ്. പുറമേ നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുക. ഇതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഉള്ളിലത്തെ ചീസൊക്കെ നല്ല പോലെ തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.